മക്കളെ, നീറ്റ് എക്സാം ഓൺലൈനിലേക്ക് മാറുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് കുറേ ആളുകൾ കുറേ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒരു 99.9% എക്സാം ഓൺലൈൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഒരു നല്ല രീതിയിൽ തന്നെ അങ്ങനെ ആവാനുള്ള സാധ്യതകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചോയ്സ് നമുക്ക് സാധാരണ കേസിൽ സെഷൻ എയിൽ 35 ക്വസ്റ്റ്യൻ, സെഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാ സബ്ജക്റ്റിലും, ഫിസിക്സിലും കെമിസ്ട്രിയിലും സുവോളജിയിലും ബോട്ടണിയിലും. ഈ സെഷൻ ബിയിൽ ഇരിക്കുന്ന 15 ക്വസ്റ്റ്യനിൽ 10 എഴുതിയാൽ മതിയായിരുന്നു. 5 ചോയ്സ് ഉണ്ടായിരുന്നു. ആ ചോയ്സ് ഒഴിവാകാനുള്ള സാധ്യതയും ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം. അപ്പം 180 ക്വസ്റ്റ്യനിലേക്ക് പേപ്പർ മാറാനും അതുപോലെ തന്നെ എക്സാം ഡിജിറ്റൽ ആവാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതാണ്. പഠിച്ചു തുടങ്ങുന്നതല്ല, പഠിക്കുന്ന എങ്ങനെയാണെങ്കിലും ഒരുപോലെയാണ്. നമ്മൾ ഡിജിറ്റലായിട്ട് എക്സാംസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഒരു തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട സപ്പോർട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും അവസരങ്ങൾ വേണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ ഹെൽപ്പും ഉണ്ടാവും. മക്കളെ, നമ്മളിപ്പോഴും എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് ഇപ്പോൾ ഇപ്പോഴതൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവാൻ നിൽക്കേണ്ട. ഇപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ഉറച്ച് വിശ്വസിക്കുക, നിങ്ങൾക്ക് എക്സാം ഓൺലൈൻ ആവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഓൺലൈൻ മോഡിലേക്ക് തന്നെയാവും. അങ്ങനെ ആയിരിക്കും. എന്തായാലും ഡിജിറ്റൽ ആവുമെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ തന്നെയായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് വെറുതെ ഇപ്പം അത് ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട. എന്തായാലും വരുന്നിടത്തിൽ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ മക്കളെ, താങ്ക് യു.